ഇരട്ടുകാനം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് പാതയുടെ വശങ്ങളിൽ അനിയന്ത്രിതമായി വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് ബസ് സർവീസിന് തടസ്സം സൃഷ്ടിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആനച്ചാൽ ഉൾപ്പെടെയുള്ള ഭാഗത്ത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതുവഴിയുള്ള ബസ് സർവീസ് നിർത്തി പ്രതിഷേധിക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാർ, കോവിലൂർ, മാട്ടുപ്പെട്ടി, കാന്തല്ലൂർ തുടങ്ങിയ മേഖലകളിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ മേഖലകളിൽ സർവീസ് നടത്തുന്ന പ്രൈവറ്റ് ബസ്സുകൾക്ക് സർക്കാരിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന സമയത്തിന് സർവീസ് പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇരട്ടുകാനം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വിവിധയിടങ്ങളിൽ ടൂറിസ്റ്റ് വാഹനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും അനിയന്ത്രിതമായി പാർക്ക് ചെയ്യുന്നത് മൂലം ബസ്സുകൾക്കും ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സർവീസ് പോലും നടത്തുവാൻ കഴിയുന്നില്ല. ഇരട്ടുകാനത്തും ആനച്ചാലിലും കൂമ്പമ്പാറയിലും ഉൾപ്പെടെയാണ് പാതയുടെ ഇരുവശങ്ങളിലും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ആളുകളെ കയറ്റുന്നതിനോ ഇറക്കുന്നതിനോ കഴിയുന്നില്ലെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതുപോലുള്ള വാഹനങ്ങൾക്ക് പോലും ഇവിടെ നമ്മുടെ ഇരട്ടുകാനം മുതൽ 2 മൈൽ വരെയുള്ള ആനച്ചാൽ ടൗൺ ഉൾപ്പെടെ ഉള്ള ആ റൂട്ടിൽ ഒരു കാരണവശാലും വണ്ടി മണിക്കൂറുകളാണ്. ബസ് ജീവനക്കാർ ഇവ ചോദ്യം ചെയ്താൽ സംഘം ചേർന്ന് ആക്രമിക്കുക പതിവാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അധികാരികൾക്ക് നിരവധി പരാതികൾ നൽകിയെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെയും വെള്ളത്തുവൽ പഞ്ചായത്തിന്റെയും കീഴിൽ വരുന്ന ആനച്ചാൽ ടൗണിൽ വാഹനപ്പെരുപ്പം മൂലം ബസ്സുകൾ നിർത്തുവാനോ യാത്രക്കാരെ കയറ്റുവാനോ സാധിക്കുന്നില്ല. ആനച്ചാൽ ടൗണിലെ ഉൾപ്പെടെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇതുവഴിയുള്ള ബസ് സർവീസുകൾ നിർത്തി പ്രതിഷേധിക്കുമെന്നും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരപരിപാടികളായിട്ട് ആലോചിച്ച് പോകേണ്ടവരും അന്നേരം വിദ്യാർത്ഥികളും യാത്രക്കാരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നീങ്ങേണ്ടവരും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ പത്രസമ്മേളന വാർത്തകൾ ഉണ്ടെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും ഒരു നല്ലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ PC, സെക്രട്ടറി നവാസ് CA, ട്രഷറർ ജോഷി P ജോൺ, ജോയിന്റ് സെക്രട്ടറി മെൽബിൻ ജോസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.